Love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇണയാണവൾ എന്ന ആൽബം സോങ്ങിന്റെ സെലിബ്രേഷനുമായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് വളരെ വിജയകരമായി ഓടി. നിങ്ങളുടെ എല്ലാം അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടും വന്നു. ആ രണ്ട് ഭാഗവും നന്നായി ജനങ്ങൾ സ്വീകരിച്ചു. അതും മില്യൺ വ്യൂവേഴ്സിലെത്തി. അതിൻ്റെ സെലിബ്രേഷനിലാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തുന്നത്. നമുക്ക് നമ്മുടെ ഈ വീഡിയോ ആൽബത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഫൈസൽ, കണ്ണൂർ പഴയങ്ങാടിയാണ്. ഈ മേഖലയിൽ ഇങ്ങനെയുണ്ട്. ഇനി അടുത്ത ഒരാളെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. താങ്കൾ തന്നെ സ്വയം പറഞ്ഞോളൂ, ആരാണ് എന്താണെന്നുള്ളത്. ഞാൻ അലീസിയാൻ. അത്യാവശ്യം കുറച്ച് ആൾക്കാർക്കൊക്കെ എന്നെ അറിയായിരിക്കും. അപ്പോൾ ഈ വർക്കിൻ്റെ ഡയറക്ഷൻ ചെയ്തത് ഞാനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. അന്നത്തെ ഇണയാണവൾ പാർട്ട് 1 പാർട്ട് 2 അതിൻ്റെ ടീമാണ്. ഒരാൾ മിസ്സിംഗ് ആണ്, ഷെറി. ഒരു നായിക കൂടി ഉണ്ട്, ഷെറി എന്ന് പറഞ്ഞ പുള്ളിക്കാർ ബാംഗ്ലൂരിലാണ്. അപ്പം അതുകൊണ്ട് വരാൻ പറ്റില്ല. പിന്നെ അപ്പം അതിൻ്റെ ഒരു കുറവുണ്ട്. അതുപോലെ അതിൽ അഭിനയിച്ചൊരു ചെറിയ കുട്ടിയുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഈ വർക്കിൻ്റെ സെലിബ്രേഷൻ നടത്തുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കുട്ടി അഭിനയിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ചെറിയ കുട്ടി ഈ ട്രാവലിങ് കാര്യങ്ങൾ ബുദ്ധിമുട്ട് കണ്ട് പിന്നെ സെലിബ്രേഷന് വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞത് നമ്മുടെ നായകനാണ് കേട്ടോ, ഈ വർക്കിൽ അഭിനയിച്ച അഫീഫ് അഷ്റഫ്. ഈ വർക്കിൻ്റെ മ്യൂസിക്, ലിറിക്സ്, ഈ വർക്ക് മൊത്തത്തിൽ സെറ്റാക്കിയത് ഇവൻ തന്നെയാണ്. ഓൾ ഇൻ ഓൾ ആണ്. ഒരു ഡയറക്ഷൻ എന്നുള്ളൊരു പേര് മാത്രമേ എനിക്കുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മളെ ഏൽപ്പിച്ചതൊക്കെ ഇവനാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ ഇവൻ തന്നെ പറയട്ടെ. അല്ല, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറേ നാളത്തെ ആഗ്രഹം കൊണ്ട് ചെയ്ത വർക്കാണ്. പിന്നെ ഇത് ഞാനൊരു 3-4 കൊല്ലം മുമ്പ് എഴുതിയ സോങ്ങാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ സോങ്. അപ്പോൾ അതൊക്കെ റിലീസ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഇതൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഡ്രീം പ്രൊജക്റ്റ് അല്ലേ? ഞാൻ കുറേ നാളായിട്ട് ചെയ്യാൻ വെച്ച പ്ലാനായിരുന്നു. അപ്പോൾ സാഹചര്യം കാര്യങ്ങൾ ഇതൊക്കെ ഒത്തു വന്നു. പിന്നെ അപ്പം അങ്ങനെ അത് ചെയ്ത് അതിൻ്റെ ഔട്ട് വന്നേരം അതെല്ലാം പിന്നെ എന്താ പറയുക, സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അത് 1 മില്യൺ അടിച്ച്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ അത് കമൻറ്റ്സ് ഫുള്ളും സെക്കൻഡ് പാർട്ടിൻ്റെ വെയിറ്റിങ്ങിലേക്കായിരുന്നു. അതായത് ഇതിൻ്റെ പിന്നെ സെക്കൻഡ് പാർട്ട് എന്താവുന്നില്ല കാര്യങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ആകുമ്പോൾ പിന്നെ നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ സോങ് ആയിക്കോട്ടെ വിഷ്വൽ ആയിക്കോട്ടെ അതും ഔട്ടാക്കി. അതും 1 മില്യൺ ഇപ്പോൾ ക്രോസ് ചെയ്ത്. അപ്പോൾ പിന്നെ ഇപ്പോൾ അതിൻ്റെ കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിലേക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ തേർഡ് പാർട്ടിൻ്റെ ഷൂട്ടിംഗ് കൂടി കഴിഞ്ഞിട്ട് അതിൻ്റെ പാക്കപ്പ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെലിബ്രേഷന് വേണ്ടി നമ്മൾ നിന്നിട്ടുള്ളതാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഏറ്റെടുത്തതിലും ഇതുവരെ എത്തിച്ചതിലും. അപ്പോൾ ഇതിൻ്റെ 3-ാം ഭാഗം കൂടി നിങ്ങൾ ഏറ്റെടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എത്തിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിൻ്റെ സെലിബ്രേഷൻ നടന്നതുപോലെ 3-ാം ഭാഗത്തിൻ്റെയും സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കണം. ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് സാന്ദ്ര മാർട്ടാണ്, നാട്ടിലെ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. പിന്നെ പുള്ളിക്കാരനാണ് ആദ്യം വിളിച്ചത്. പുള്ളിക്കാർ പിന്നെ ഓക്കെ പറഞ്ഞു. അതുപോലെ ഇവരെ വിളിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ സ്റ്റോറി പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നോട് ഓക്കെ പറഞ്ഞു വന്ന് അവിടെ നിന്നാണ് പ്ലാനിങ് ആക്കിയിട്ടുണ്ടായത്. പിന്നെ സ്റ്റോറി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ പൂർത്തിയാക്കാൻ പറ്റി. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഇതിൻ്റെ ഫീമെയിൽ വേർഷൻ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് MP3 അത്യാവശ്യം റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന കമൻസ് കാര്യങ്ങളും ഫീമെയിലും കൂടി സാന്ദ്ര അഭിനയിച്ചായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു ജസ്റ്റ് വർക്കുണ്ടായിരുന്നു. പിന്നെ അപ്പം അത്രക്ക് ഡിമാൻഡിലെ നായിക കൂടിയാണ്. കാരണം വെച്ചാൽ അവള് കാരണം ഈ ഭാഗത്ത് ഈ വർക്കിൻ്റെ ഒരു പകുതിയും ഇവള് കാരണത്താലാന്ന് വെച്ചാൽ യൂട്യൂബ് യൂസ് ആയിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ ആദ്യം വരുന്ന റെസ്പോൺസ് മെസ്സേജ് കാര്യങ്ങളൊക്കെ നായികനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഇതിൻ്റെ തേർഡ് പാർട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഫസ്റ്റ് സെക്കൻഡിനെ കാട്ടി കുറച്ചും കൂടി ബെറ്റർ ആക്കിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സോങ്. പിന്നെ അത്യാവശ്യം അല്ലേ ഫാനുകൾക്കുള്ള ആക്കാൻ പറ്റും റീൽസിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളായിട്ടുള്ള സാധനങ്ങളാണ്.
പിന്നെ അപ്പോൾ അതായത് ഫസ്റ്റ് സെക്കൻഡിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ സ്റ്റോറിയും ബെറ്റർ മ്യൂസിക് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ സ്വീകരിക്കണം. പിന്നെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാന്ദ്ര. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും തന്നെ. ഞാൻ ഇതിൽ ഈ ആൽബത്തിൽ മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് അലീസിയാൻ്റെ കൂടെയാണ്, ഹൈറ. അപ്പം അതിന് ശേഷമാണ് ഹഫീഫ് വിളിച്ചത്. അപ്പം അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഏറ്റെടുത്തു ഈ ഒരു ആൽബം. എസ്പെഷ്യലി എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഹസ്ബൻഡാണ്. അത് എടുത്ത് പറയണതെന്ന് വെച്ചാൽ പുള്ളി ഫുള്ള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ ഓക്കെ നീ എന്നെ ഡേറ്റ് ഫിക്സ് ചെയ്ത മറ്റേ ഒരു മടി കൂടാണ്ട് പിന്നെ വർക്കിനെ പഠിച്ചുള്ള ഓപ്ഷൻസ് കാര്യങ്ങളും നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ പുള്ളി ഓരോ തിരക്ക് ജോലി കാര്യങ്ങളായിട്ട് നിന്നിട്ട് അതിന്റെ ഇടയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അത് കൂടാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മൂന്നാമത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ പുള്ളി അത്യാവശ്യം സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരുപാട് ഒരു ക്രൂ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരുപാട് നന്ദിയുണ്ട്. ഈ ഒരു ആൽബത്തിലൊരു വലിയൊരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു സെലിബ്രേഷൻ കൂടാൻ പറ്റി, എല്ലാവരും കാണാൻ പറ്റി, ഒന്നും കൂടെ ഒത്തൊരുമിക്കാൻ പറ്റി എല്ലാവർക്കും. പഴയ ക്രൂ ഷെറിനുണ്ട്. അല്ല അവള് അത് കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷെ ലീവ് കിട്ടാത്ത പ്രശ്നം കൊണ്ട് വരാൻ പറ്റില്ല. അപ്പൊ അതിന്റെ മൂന്നാം ഭാഗത്തിന്റെ 1 മില്യണില് വരുന്നുണ്ട്. അപ്പൊ അതിൽ എന്തായാലും സെലിബ്രേഷൻ കാര്യങ്ങൾക്ക് അവർ ഉണ്ടാവും. അതന്നെ ഇത് സപ്പോർട്ട് ചെയ്യുക. ഇത് ഫസ്റ്റ് സെക്കൻഡ് ഏറ്റെടുത്ത പോലെ തന്നെ അവൻ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന പറഞ്ഞാല് പിന്നെ മെയിൻ ആൾക്കാർ എന്ന് പറയുന്നത് ക്യാമറ, പിന്നെ എഡിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്യാമറ ക്യാമറ എടുത്തോണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഏറ്റവും നല്ല ക്രെഡിറ്റ് കുറച്ച് കാണിച്ചു തരാം. വെച്ചാല് ഏറ്റവും നല്ല വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റി. എന്ന് വെച്ചാൽ അവന് അവൻ്റെതായ ഐഡിയ കാര്യങ്ങൾക്കും ചെയ്ത് തന്നെ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡയറക്ഷൻ ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, അതിലൊരു പരിധി ഉണ്ട്. പക്ഷെ ഓരോ ആംഗിളിൽ ഓരോ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ വീട്ടുകാർക്ക് എന്ന് പറയുന്നത് നമ്മളെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ചെയ്ത വീട്ടുകാരുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ചെറിയ കുട്ടി ആച്ചൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് വരുന്നത്. പിന്നെ അപ്പോൾ അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആ വീട്ടുകാർക്ക് സഹകരിച്ചവർക്ക്. അതുപോലെ മൂന്നാം പാർട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്ത വീടാണിത്. അപ്പം ഇവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം നമ്മളെ മൂന്നാം ഭാഗം വരുന്നുണ്ട്. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഏറ്റെടുക്കുക. ഇങ്ങനെയാണ് അവൾ ജനഹൃദയങ്ങൾ വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് ഒരു 1 മില്യൺ അടിച്ച് ഇതേപോലത്തെ ഒരു സെലിബ്രേഷൻ വീണ്ടും കൂടാൻ കഴിയണം. പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അപ്പോ ഇണയാളെ സപ്പോർട്ട് ചെയ്യുക. അതന്നെ എല്ലാവർക്കും ഒരേ സ്ഥലത്തിൽ പറയാം. നിങ്ങളെ എൻ്റെ തരത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളെ ആഗ്രഹം പോലെ 1 മില്യൺ അല്ല 2 മില്യൺ അതിൽ കൂടുതൽ കൈവരി കിട്ടിയെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പ്രേക്ഷകരാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്. എല്ലാം അവരുടെ കയ്യിലാണ്. അല്ല കുറെ ഫാമിലീസ് കാര്യങ്ങൾ ഈ ആൽബം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന മെസ്സേജ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതെൻ്റെ ലൈഫ് സ്റ്റോറിയാണ്, ഇതേപോലത്തെ സംഭവം നടന്നിട്ടുണ്ട്, അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. മൂന്നാം പാർട്ടിലേക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അതിനനുസരിച്ചുള്ള കുറച്ച് കഥയും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഇതിന്റെ പാട്ട് എഴുതിയതും മ്യൂസിക് ചെയ്തതും ഒക്കെ ഇവൻ തന്നെയാണ്. പാടിയത് തൻസീർ കൂത്തോർമ പാടിയിട്ടുള്ളത്, ഫീമെയിൽ വേർഷൻ പാടിയിട്ടുള്ളത്. അത് രണ്ടും കമ്മ്യൂണിക്കേഷൻ സോങ് ആണ്, രണ്ടാളും ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഫീമെയിൽ പാടിയത് ഷഹല ഷെറി എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ള ഒരു കുട്ടിയാണ്. ഇവനെയാണ് നമ്മള് ഫസ്റ്റ് പാട്ട് ഫീമെയിൽ പാടിയ ഒരു കുട്ടി തന്നെയാണ്. അപ്പൊ എന്തായാലും റീൽസിനുള്ള എല്ലാ വകുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളത് റീൽസ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഈ ഏറ്റെടുത്ത ഫാമിലിക്ക് ഒന്നും കൂടി ഒരു ത്രില്ലർ പോലെയുള്ള ഒരു സാധനങ്ങളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ്. അപ്പോൾ ചെറിയ ഇതിന്റെ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. അതിന് മുമ്പ് നമ്മളെ ക്യാമറമാനും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവരാണ് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച ക്യാമറമാൻ റിഫായ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ആംഗിളിൽ ഓരോ വിഷ്വൽസ് കാര്യങ്ങൾ ഇതൊക്കെ പകർത്തി തന്ന് അതിനെ ആ വിഷ്വല് മനോഹരമാക്കി തന്നിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. എന്താ വർക്കിനെ കുറിച്ച് പറയാനല്ലേ? അല്ല വർക്ക് അതായത് അപ്പോൾ എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് വർക്ക് മാത്രം തന്നെ വേറെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി അതിന് ശേഷമുള്ള എൻ്റെ എല്ലാ വർക്ക് കാര്യങ്ങളും ഫുള്ള് എപ്പോൾ വിളിച്ചാലും ഓക്കെയാണ്, കാര്യങ്ങളാണ്, ഫുൾ സപ്പോർട്ട്. അതായത് ഇപ്പോൾ മറ്റുള്ള പറയുന്ന ഇത്ര ടൈം പോകണം, ഇത്ര ടൈമിന് വരണം, അങ്ങനത്തെ കാര്യങ്ങൾ. വണ്ടി ഇടണം. അപ്പൊ എന്തൊക്കെ വർക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാവിധ ആശംസകളും. And when I feel like this, I'm immortal. When I feel like
this, I'm immortal. When I feel like this, I'm immortal. When I feel like this, I'm immortal. Don't be scared. Just give it up. Don't be scared. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഷെറീന് എന്തായാലും ഇപ്പോൾ വരാത്തത് കൊണ്ട് ഞങ്ങളിന്ന് മൊമെൻ്റ് എടുത്തില്ല. അപ്പോൾ അടുത്ത തവണ എന്തായാലും 3-ാം ഭാഗത്തിൻ്റെ സെലിബ്രേഷന് വരുന്ന സമയത്ത് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഇണയാണവൾ 3 ഇനി വരുന്ന ഇണയാണവൾ 3 ഇനി അതൊരു 4ഉം 5ഉം ഒക്കെ ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇപ്പോൾ അഫീഫ് അഷ്റഫിൻ്റെ ഇണയാണവൾ മാത്രമല്ല, ഇനി വരുന്ന 2-3 വർക്കുകൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. പുതിയ വർക്കിന് വർക്ക് എന്ന് പറയുന്നത് ദിൽദിയ എന്നൊരു വർക്ക് വരാനുണ്ട്. പിന്നെ ഷാസ് മീഡിയയിലൊരു വർക്ക് വരാനുണ്ട്. അങ്ങനെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ ഇത് 3-ാം ഭാഗം കഴിഞ്ഞില്ലേ, ഇതിൻ്റെ 4-ാം ഭാഗം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ 3-ാം ഭാഗം ഏറ്റെടുത്താൽ 4-ാം ഭാഗം ഉടനെ ചെയ്യുന്നതായിരിക്കും അല്ലേ? അതെ. അപ്പോൾ അതത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഏറ്റെടുക്കും എന്ന വിശ്വാസത്തോടെ ഞങ്ങളിവിടെ ഈ ഷൂട്ടിങ്ങും ഈ സെലിബ്രേഷനും എല്ലാം വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയ കേക്ക് കൂടി കേക്ക് കട്ടിങ് കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പോൾ ഒരു കേക്ക് കട്ടിങ്ങോട് കൂടി നമുക്ക് ഇതാക്കാം. So gone, no I'm never turning back. I won't stop, I'ma fight until there's nothing left. It's so on, you're gonna be hurting bad, cause I've been to hell and back. You don't wanna make me mad, I stay strong, you will never see me crack. And if you get in my way, you gonna feel the wrath. Gotta say it to my face while he's looking back. Mirror breaks after math, when I hate I attack. I'm